വാർത്തകൾ തുടരുന്നു. ദേശീയപാത 17 കയ്പമംഗലം 12-ൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വലപ്പാട് സ്വദേശി പുതുശ്ശേരി മുഹമ്മദ് സഗീറിന്റെ മകൻ അജ്മലിനാണ് പരിക്കേറ്റത്. ഇയാളെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ചന്ദ്രാപ്പിനി തെച്ചിക്കാവ് അയ്യപ്പൻകാവിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച അയ്യപ്പൻ തീയാട്ട് നടത്തി. ഉച്ചതിരിഞ്ഞ് തീയാട്ടിന്റെ ആരംഭം കുറിച്ച് കൂറയിടൽ ചടങ്ങും കളമെഴുത്തും നടത്തി. അയ്യപ്പൻ തീയാട്ടിന്റെ അവതരണത്തെക്കുറിച്ച് മുളങ്കുന്നത്തുകാവ് നാരായണൻ നമ്പ്യാർ വിശദീകരിച്ചു. സന്താനലബ്ധി, ഐശ്വര്യസിദ്ധി, ശനിപ്പിഴ നിവാരണം, വിദ്യാസമ്പാദനം ഇവ ലക്ഷ്യമാക്കിയിട്ടാണ് പ്രധാനമായിട്ടും ഒരു വഴിപാട് എന്നുള്ള രൂപത്തിൽ ഇത് കഴിക്കാറ്. സാധാരണ ഉത്തര മധ്യ കേരളത്തിലാണ് ഇത് കൂടുതലായിട്ട് അരങ്ങേറി വരുന്നത്. ഇന്ന് കേരളത്തിൽ തെക്ക് ഭാഗത്തും കേരളത്തിന് പുറത്തും ഈ കലാരൂപം അരങ്ങേറി വരുന്നുണ്ട്. 4 ഇനങ്ങൾ ചേർന്നതാണ് അയ്യപ്പൻ തീയാട്ട്. ആദ്യം കളമെഴുത്ത്, തുടർന്ന് പാട്ട്, അതിനെ തുടർന്ന് മുദ്രാഭിനയമായിട്ടുള്ള കൂത്ത്, അവസാനം കോമരം. പഞ്ചവർണ്ണ പൊടികളെ കൊണ്ട് അയ്യപ്പൻ്റെ കളം വരച്ച് അത് വ്യത്യസ്ത രൂപത്തിൽ വരയാറുണ്ട്. പ്രഭാമണ്ഡല പശ്ചാത്തലത്തിൽ, അതല്ലെങ്കിൽ പുലിവാഹനത്തോട് കൂടിയിട്ട് അശ്വവാഹന ശാസ്താവ്, ഉദയാസ്തമനക്കൂത്ത് എന്ന് പറയുന്ന വലിയ തീയാട്ടിൽ പ്രത്യേക രീതിയിലുള്ള വലിയ സ്വസ്തികം അഷ്ടദളമാലയോട് കൂടിയിട്ടുള്ള കളം വരയ്ക്കാറുണ്ട്. ഭാര്യാപുത്ര സങ്കല്പത്തിൽ പ്രഭ എന്ന ഭാര്യയോടുകൂടി സത്യകൻ എന്ന പുത്രനോടും ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള കളം. ഇതാണ് ഇതിൻ്റെ വൈവിധ്യമാർന്ന കളങ്ങൾ. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, സംഗീതാർച്ചന എന്നിവയും നടന്നു. തുടർന്ന് അയ്യപ്പൻ തീയാട്ട് ആരംഭിച്ചു. കളംപൂജ, തോറ്റംപാട്ടുകൾ, അയ്യപ്പ ജനനം കൂത്ത്, മുല്ലയ്ക്കൽ ഭഗവതിയുടെ എഴുന്നള്ളത്ത്, കോമരത്തിന്റെ ഈടും കൂറും, കളമാക്കൽ എന്നിവയും നടന്നു. കുടുംബശ്രീയും നബാർഡും സംയുക്തമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്കായി സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പയിനും CDS പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ CI വാസുദേവൻ ക്ലാസ് എടുത്തു. ഗ്രാമീണ ബാങ്ക് മാനേജർ KS സുധ, ബേബി റപ്പായി, വിദ്യാപ്രകാശൻ, വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. നിരവധി കുടുംബശ്രീ പ്രവർത്തകർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. നാട്ടിക SN കോളേജിൽ KSU പ്രവർത്തകരെ പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച ക്യാമ്പസിന് പുറത്ത് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി, SP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും ശോഭ സുബിൻ പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ് വലപ്പാട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന KSU പ്രവർത്തകരായ വൈശാഖ്, ഹരികൃഷ്ണൻ എന്നിവരെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് SFI പ്രവർത്തകർ മർദ്ദിക്കുന്നത് സ്ഥിരമായിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരും അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിഷാമുമായി VS സുനിൽകുമാർ MLAക്ക് ബന്ധമുണ്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കയ്പമംഗലം ഇലക്ട്രിസിറ്റി സെക്ഷന് കീഴിൽ വരുന്ന 100ഓളം ചെറുകിട കർഷകരുടെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്ത ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.